ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ അല്ലേ? ടീച്ചർക്ക് അതൊരു ടെൻഷൻ ഉണ്ടോ? ഇല്ല ഇല്ല, തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. നമ്മളതിൽ ടെൻഷനായിട്ട് നടക്കാൻ പുറപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സമൂഹത്തിൽ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിജയിക്കണം തന്നെയാണ്. വിജയിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ, എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല. ഞാൻ MLA ആയാലും MLA അല്ലെങ്കിലും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്, ഒരു കുറവും വരുത്താതെ. MLA ആയപ്പോഴേ പിന്നെ പ്രവർത്തിക്കുമെന്ന് കരുതിയിട്ടുള്ള ആളേ അല്ല. പക്ഷെ MLA ആയാൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് സാധിക്കും, ഒരുപാട് അവസരങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ഈ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, പഴശ്ശി അണക്കെട്ടിൻ്റെ കരയിൽ ഒരു ഇക്കോ പ്ലാനറ്റ്, അത് ഇപ്പോഴത്തെ മട്ടന്നൂരിൻ്റെ ഭാഗമായ പടിയൂർ കല്യാട്, നമ്മളതിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടത്തിലേക്ക് കടന്നു. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് ഇപ്പം പേരാവൂരിൻ്റെ ഭാഗമായിട്ടുള്ള പഴശ്ശി അണക്കെട്ടിൻ്റെ കരയിൽ ഞാൻ നേരത്തെ MLA ആയപ്പോൾ അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റ് തുടങ്ങിയിരുന്നു. ഒരു ഓപ്പൺ എയർ തിയേറ്ററും ഒരു കഫറ്റേറിയ ഒക്കെ ആയിട്ട്. ആ ഓപ്പൺ എയർ തിയേറ്ററിൽ ഇപ്പോഴും ഇഷ്ടംപോലെ പരിപാടികൾ നടക്കുകയാണ്. പക്ഷെ അതൊന്നും ഒരു സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. അതിനെ ഒന്നുകൂടി ഏറ്റവും മനോഹരമാക്കി ആ പ്രദേശത്ത് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അന്ന് ഞാനൊരു മെഗാ ടൂറിസം പ്രോജക്റ്റ് ഉണ്ടാക്കിയിരുന്നു. 5 കൊല്ലമാകുമ്പോഴേക്കും അതെല്ലാം ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് കഴിഞ്ഞ് തുടർച്ച കിട്ടുകയും ചെയ്തില്ല. തുടർച്ച കിട്ടിയിരുന്നെങ്കിൽ ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തേനെ. അത് അവിടെ തൊട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ ഇരിട്ടി ഭാഗത്തേക്ക് വരുന്ന വള്ളിയാട് ആ മേഖലയിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു പദ്ധതിയായിരുന്നു. അത് ഇത്തിരി വലിയൊരു പ്രോജക്റ്റാണ്. അത് അന്ന് പത്രത്തിലൊക്കെ, മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ അതിൻ്റെ പ്രോജക്റ്റ് മുഴുവൻ ചിത്രീകരിച്ച് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിതൊട്ടിയെടുക്കാൻ സാധിക്കും വിജയിച്ച് വന്നാൽ. എന്തായാലും അത് ഒന്നിച്ച് അല്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് അതിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയും ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പിന്നെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ കാര്യമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ സന്ദർശനത്തിനിടയിൽ ഒരു പള്ളിയിൽ നിന്ന് ഒരു ഫാദർ പറഞ്ഞത്, കുരിശുമല തീർത്ഥാടന കേന്ദ്രം ഇവിടെയാണ്, ഇപ്പം പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ, അതൊക്കെ ഒരു പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ പറയുമ്പം തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു, ക്രിസ്ത്യാനിയുടെ വോട്ട് ആകർഷിക്കാൻ, ഹിന്ദുവിൻ്റെ വോട്ട് ആകർഷിക്കാൻ എന്നൊക്കെ പറയും. അതിലൊന്നും കാര്യമില്ല. അതൊന്നും ഒരു മതത്തിനെ ആകർഷിക്കാനുള്ളതല്ല, നമ്മുടെ അസറ്റാണ്. ഈ പേരാവൂരിന് പിന്നെ ഉള്ള സാധ്യതകളാണത്, അനന്തമായ സാധ്യതകളുണ്ട്. അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം.